ഇടുക്കി ജില്ലയിൽ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് ഉടുമ്പൻചോലയിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്ന സംഗീത വിശ്വനാഥൻ. BDJSന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കുമെന്നാണ് സംഗീത വിശ്വനാഥൻ 24നോട് പറഞ്ഞത്. കേൾക്കാം. BDJSന്റെ ശക്തി കേന്ദ്രമായി അവർ കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ് ഉടുമ്പൻചോല. അവിടെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 2024 മത്സരിച്ച സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. അപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. എന്താണ് ആളുകളുടെ ഒരു പ്രതികരണം? നല്ല ഒരു ആത്മവിശ്വാസം തരുന്ന പ്രതികരണമാണ് ഈ ഉടുമ്പൻചോലയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അത് തന്നെയാണ് ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപാട് നാളുകൾ ഇവിടെ ഭരിച്ചതാണ് LDF സർക്കാർ, 25 വർഷത്തോളം ഇവിടെ ഭരിച്ചു. പക്ഷേ ഈയിടെയാണ് ഏറ്റവും അവസാനമായി പകുതി പോലും തീർക്കാത്ത ഒരു കെട്ടിടം, താലൂക്ക് ആരോഗ്യ മേഖലയിൽ ഇത്രയും നാളായിട്ട് പകുതി പോലും തീർക്കാത്ത ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ ഉടുമ്പൻചോലയിലെ വോട്ടർമാരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2016 BDJS നിർണായക ഘടകമായിരുന്നു ഉടുമ്പൻചോല മണ്ഡലത്തിൽ. ഉടുമ്പൻചോല മാത്രമല്ല, ഇടുക്കി മണ്ഡലത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഇത്തവണ അതേ സാഹചര്യം തന്നെയാണോ നിലനിൽക്കുന്നത്? അതേ ഒന്നേന്ന് തൊട്ട് നമ്മൾ വീണ്ടും പണിയെടുക്കേണ്ടി വരുമോ? ഒരിക്കലുമില്ല. 2016 ഞാനും കൊടുങ്ങല്ലൂർ മത്സരിച്ചതാണ്. അവിടെ ഏറെ ആത്മവിശ്വാസത്തോടെ തന്നെ 32,750 വോട്ട് എനിക്ക് നേടാനായി സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ വരുമ്പോഴും അതിൽ കൂടുതൽ വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്ന് ഒരുപാട് മാറ്റം, പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ, അതിൽ ഒരുപാട് ആത്മവിശ്വാസം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം MM മണിയായിരുന്നു ഇവിടുത്തെ MLA. അദ്ദേഹത്തെ പറ്റി ആളുകൾക്ക്, ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് പൊതുവെ വലിയ എതിരഭിപ്രായം ഇല്ല. അപ്പോൾ അതൊരു തിരിച്ചടിയാകുമോ, അല്ലെങ്കിൽ അവർക്കതൊരു ഗുണമാകില്ലേ LDF സ്ഥാനാർത്ഥി? അല്ലെ, LDF MM മണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് സ്നേഹമുള്ള ആളുകളും ഇവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം കഴിഞ്ഞ 25 വർഷം ഇവിടെ ഭരിച്ചിട്ട് ഇവിടെ ആരോഗ്യ മേഖലയിൽ എന്ത് സംഭവിച്ചു? ഇവിടെ അടുത്ത് കിടക്കുന്ന റോഡിന്റെ സൗകര്യങ്ങൾ പോലും കൃത്യമായിട്ട് ഇവിടെ നെടുങ്കണ്ടം കാട്ടാക്കന റോഡ്, ആ റോഡ് ഇത്രയും വർഷമായിട്ടും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും പ്രാവർത്തിക മണ്ഡലത്തിൽ മണിയാശാന് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇത്തരം അവസരം മണിയാശാന് കിട്ടിയിട്ടും ആ പാർട്ടിക്ക് കിട്ടിയിട്ടും ഒന്നും ഇവിടെ ചെയ്യാൻ സംഭവിച്ചിട്ടില്ല. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് സംഗീത വിശ്വനാഥും. ആശംസകൾ. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.